എന്നെ അറിയുന്നവർ മനസ്സിലാക്കും. ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലോ അത് പറയാൻ വന്ന ഒരാളായിട്ട് കാണരുത്. നിങ്ങൾ ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുന്ന പൊതുസമൂഹം ഈ ഇന്റർവ്യൂ മൊത്തമായിട്ട് കേൾക്കണം. കാരണം എൻ്റെ ഒരു ക്ലിപ്പ് ഇട്ടല്ലോ 5 ലക്ഷം രൂപ എനിക്ക് കിട്ടിയതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാ ഞാൻ അത് ചെയ്യേണ്ടത് അതല്ല, ആ എഗ്രിമെന്റാ പുറത്തു വിടേണ്ടത്. വാഗ്വാദത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല അത്. ഇത് വിഷയമായി ഇപ്പൊ എന്റെ മുഖം രക്ഷിക്കണമാണ്. ഞാൻ അതിനാണ് സമ്മതിച്ചതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റ് പുറത്തു വിടണം. വീണ്ടും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ സങ്കടം മാറ്റണം. അത് ഇപ്പം എന്നെ ആ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. എനിക്കും ആ ക്യാരക്ടർ ഇഷ്ടമാണ്, ആ വർക്ക് എനിക്ക് ഇഷ്ടമാണ്, ആ സിനിമ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള ലെവലിൽ വന്നു. പക്ഷെ അത് ഒരു കൂട്ടം ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. ആരും ഒരു റിപ്ലൈ തന്നില്ല. എനിക്കൊരു റിപ്ലൈ കിട്ടിയിരുന്നെങ്കിൽ ഈ സംസാരം ഇല്ല, അന്നേ തീർന്നു പോകരുത്. എന്നെ ഒരാള് ലിജോ പോലും എന്റെ കേസ് വന്നപ്പോൾ പോലും എന്നെ ഒരാളും വിളിച്ചില്ല. ഞാൻ പറയുന്നത് ഞാൻ ലിജോ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ ഫാനാണ്. ഞാൻ അദ്ദേഹത്തിന് ഡയറക്ടർ എന്നുള്ള ആ റെസ്പെക്ട് കൊടുക്കുന്ന ആളാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം വന്നത് വളരെ മോശം ചിന്തിക്കുന്ന ആളാണ്. ലിജോനെതിരെ എന്നുള്ളതല്ല, ലിജോ ഈ ഒരു കാര്യം ലിജോ ഇട്ടതുകൊണ്ട് ഞാൻ മറുപടി പറയേണ്ട ഒരു എന്നെ വിളിച്ചിട്ടില്ല, ആരും വിളിച്ചിട്ടില്ല. ജോയിച്ചേട്ടൻ ഇപ്പോഴാണല്ലോ ഇതിന്റെ ഒരു പ്രതികരണം തന്നെ നടത്തുന്നുണ്ട്. അത് നേരത്തെ ജോയിച്ചേട്ടൻ പറഞ്ഞില്ല, പല പ്രാവശ്യം ജോയിച്ചേട്ടൻ വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴും ഇവരൊന്നും പറയില്ല. ഇന്ന് ലിജോ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രതികരണമായിട്ട് വന്നത്. ഒരു ഇന്റർവ്യൂല് അവസ്ഥത്താൽ പറഞ്ഞു എന്ന് പറയുന്നു. ലിജോ ഇന്നൊരു പോസ്റ്റ് ഉണ്ട്, പൈസയുടെ കണക്കാണ് അതിനകത്ത് മറ്റേ സൈൻ ചോദിച്ച ആ സാധനങ്ങളോ പറഞ്ഞത്. ഇതിനു മുമ്പ് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം അപ്പോഴും ജോയിച്ചേട്ടനെ തെറ്റിദ്ധരിപ്പിക്കാറ് തൃശ്ശൂരിൽ മാത്രമാണ് ഇവർ നിരന്തരം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു ജോയിച്ചേട്ടൻ അല്ലേ? ഇല്ല, നിരന്തരം തന്നെ പറയണത്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നോട് പറയണത് നമ്മൾ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്നു, ഇതാണ് എന്റെ പ്ലാൻ എന്ന് ഒരു തവണ പറഞ്ഞാൽ പോരെ, നിരന്തരം പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ പറഞ്ഞു ആ സിനിമ ചെയ്തു. ഞാൻ ഇതിന് വേണ്ടി ഡബ് ചെയ്തത് വേറൊരു വേർഷൻ. നിങ്ങൾ IFK കണ്ടിട്ടുള്ള വേർഷൻ വേറെയാണ് അല്ലേ? അത് ഇറങ്ങിയത് അവിടെ ശരിക്കും ഫെസ്റ്റിവലിന് അതാണ് ചെറിയുള്ള വേർഷനാണ് വരേണ്ടത്. വന്നില്ല, എന്തുകൊണ്ട് വന്നില്ല? അതിനുശേഷം അത് വേറെ പൈസക്ക് വിൽക്കുന്നു, അത് വിറ്റ് ലാഭമാവുന്നു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്റെ കാര്യം എവിടെയാന്നുള്ളത്. അപ്പൊ അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് എന്റെ പേരിൽ. കാരണം വെച്ചാൽ ഞാൻ സഫർ ചെയ്തത് എവിടെയെന്ന് വെച്ചാൽ എന്റെ പേരിൽ അന്നൊരു വിഷയം ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് തെറി വന്നപ്പോൾ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തു കാര്യങ്ങൾ. അപ്പം അതാണ് ഇത്. ഒരിക്കലും ദയവ് ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല, ഇത് എൻ്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ വന്ന് പറഞ്ഞതാണ്. കാരണം ഞാൻ ഒരാളുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് പൈസ തന്നില്ല എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് താനിങ്ങനെ ഒരു കുറിപ്പിടേണ്ടി വന്നത് എന്നാണ് ലിജോ പറഞ്ഞു വെക്കുന്നത്. ഞാൻ അതെനിക്കറിയില്ല, ലിജോന്റെ വിഷമം അതായിരിക്കും. പക്ഷെ എനിക്കുണ്ടായ വിഷമം എന്താണെന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല. മകൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ വൈകാരികമായ ഒരു പ്രശ്നം വന്നെന്ന് പറയുന്നു. ഇനി ഇത്തരത്തിലൊരു പ്രോജക്റ്റോ അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു സിനിമ പ്രൊമോട്ട് ചെയ്യണതായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞില്ലേ ഈ സിനിമ ഇപ്പോഴും പറയുന്നത്. ഇപ്പൊ എന്നോട് ഒരാള് ചുള്ളിയുടെ സംസാരം, പ്രാഥമിക സംസാരത്തിൽ ഇതൊരു ഫെസ്റ്റിവൽ അല്ല, നമ്മളിത് ഇങ്ങനെ ഇറക്കാൻ പോകുമ്പോൾ ഞാൻ ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചില വേഷങ്ങൾ ചെയ്യില്ലെന്ന് തീരുമാനിച്ചു, അഭിനയിക്കില്ലെന്ന് തീരുമാനിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടർ ഞാൻ അഭിനയിക്കും. കാരണം വെച്ചാൽ എൻ്റെ മൈൻഡ് അതിന് പ്രിപ്പയർ അല്ല. ചോദിച്ചിട്ടുണ്ട് ഒരു കാര്യം ചോദിക്കാനുള്ളത്. കാരണം ഇപ്പം സഹിനോട് തന്നെ ചോദിച്ചു, പൊതുസമൂഹത്തിൽ തെറി നിങ്ങൾക്കറിയാത്തതാണ്, നമുക്കറിയാവുന്നത് മറ്റുള്ളവരുടെ നേരെ ഉപയോഗിക്കാതിരിക്കാന്ന് ഒരു മര്യാദ പൊതുസമൂഹം കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഇത്രയധികം വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുള്ളത്. അത് ജോയിച്ചേട്ടനെ അറിയാം, ഞാൻ പറയാൻ തന്നെ ജോയിച്ചേട്ടന്റെ ഞാൻ പറഞ്ഞത് ഇപ്പം എന്നെ ആ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. എനിക്കും ആ ക്യാരക്ടർ ഇഷ്ടമാണ്, ആ വർക്ക് എനിക്ക് ഇഷ്ടമാണ്, ആ സിനിമ എനിക്ക് ഇഷ്ടമാണ്. ഇത് യാതൊരു തർക്കമില്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ള ഇതല്ല, ഇത് പേഴ്സണലി ഒരു സൗഹൃദത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ്. അത് ലിജോ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ആരാധനയും അതുപോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഹരീഷ് വായിച്ച് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു എക്സൈറ്റ്മെന്റും ഉണ്ട് വായിച്ചപ്പോൾ. അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനത് അഭിനയിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ നടന്നൊരു കാര്യം, അത് ഫെസ്റ്റിവലിൽ വരുന്നു ഉറപ്പായിട്ടും ചെയ്യില്ലായിരുന്നു. കാരണം എന്താ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തെറിയെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അതൊന്നുമല്ല വിഷയം. എനിക്ക് ഇപ്പം എന്റെ സ്വഭാവമല്ലല്ലോ എന്റെ വീട്ടുകാര്, എന്റെ കുടുംബം, ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. അറ്റ്ലീസ്റ്റ് എന്റെ വീട്ടിലെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കട്ടെ. അപ്പൊ അത് അവരെ എഫക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നുകൊണ്ടാണ് ഞാനത് അന്നത്തെ ഇന്റർവ്യൂവിൽ അത് അഡ്രസ് ചെയ്ത് പോയി. അത് ഭയങ്കരമായിട്ട് ഞാൻ ചെയ്തു എന്നുള്ള ലെവലിൽ വന്നു. പക്ഷെ അത് ഒരു കൂട്ടം ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്ന് വെച്ചാലേ ഞാൻ പറഞ്ഞില്ല, ഞാൻ ജീവിക്കുന്ന എൻ്റെ ഒരു സാഹചര്യത്തിൽ എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞാലും എനിക്കിതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പം എൻ്റെ
എന്നോട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു, നല്ല അസ്ഥലമായിട്ട് തെരുവ് വിളിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്, കോംപ്ലിമെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നോട് അതിലേറെ ഒരുപാട് പേര് അത് ചെയ്തതായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഒരു ഇന്റർവ്യൂവിൽ പോലും പറഞ്ഞിട്ടില്ല. ഇത് ഈ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എൻ്റെ മോൾ ഇങ്ങനെ പറഞ്ഞത്, എനിക്കത് കൊണ്ടത് കൊണ്ട് മാത്രം ആ ഇന്റർവ്യൂവിൽ പോയപ്പോൾ ഞാൻ അത് ഓർത്തു, ഞാൻ അവിടെ അത് പറഞ്ഞതാണ്. പക്ഷെ അത് പൈസ എൻ്റെ സാലറീൻ്റെ ഇപ്പോൾ പോസ്റ്റ് ഇട്ടു, തീർച്ചയായിട്ടും ആ എഗ്രിമെന്റ് പുറത്തു വിടണം. കാരണം ഞാൻ റിലീസ് ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിൽ അറിയിച്ചിരുന്നില്ലേ? OTT റിലീസ് ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നില്ലേ? ഞാൻ പറയുന്നത് നമ്മള് ഇപ്പൊ സിനിമ ചെയ്യുന്നത് ചിന്തിച്ചു, ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം? റെക്കോർഡായി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞ് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്താ വോയിസ് ഉള്ളത്? ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാൻ ഇവരുടെ അടുത്ത് വിറ്റതിന് ശേഷം, ഇത് ഭയങ്കര ലാഭമായതിനു ശേഷം മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് പോലും ഞാൻ ഇതിലേക്ക് വലിച്ചേച്ച് കൊണ്ടുവരുന്നില്ല. ലിജോയുടെ പേര് പറഞ്ഞത് ലിജോ പേഴ്സണൽ ഇട്ടുകൊണ്ട് മാത്രമാണ്, അതല്ലാതെ എനിക്കിതില്ല. പിന്നെ എൻ്റെ സിനിമ പണി എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ലിജോ. ഞാൻ താങ്ക്ഫുള്ളാണ്. ഞാനിതൊരു ഞാൻ വീണ്ടും അത് ചമ്മണ കേസാണല്ലോ, അതാണെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഇതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അത് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അധികം പുറത്തോട്ട് കൂടുതൽ തലത്തിലോട്ട് പോകുന്നില്ല. ഞാനൊരു ക്ലാരിഫിക്കേഷൻ, കാരണം വെച്ചാല് ഞാൻ പറയുന്നതല്ല, എനിക്ക് ഒരാളോട് സൗഹൃദം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സൗഹൃദമാണ്. അതൊരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ലിജോന്റെ അടുത്ത് എനിക്കൊരു വേഷം കിട്ടാൻ വേണ്ടിയിട്ട് ലിജോന്റെ അടുത്ത് ചിരിച്ചളിച്ച ഒരാളല്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെ അടുത്തും. അപ്പൊ എനിക്കിത് പറയുന്നത് എനിക്ക് മാനസിക പ്രശ്നമുള്ള കേസാണ്. ഇനി ഒരു അവസരം കിട്ടിയാൽ പണം തിയേറ്റർ റിലീസ് ചെയ്യും എന്നും കൂടി അവസാനം എഴുതി വെക്കുന്നുണ്ട്. അത് അവരുടെ റൈറ്റ്സ് അല്ലേ, ഞാൻ എന്ത് പറയാനാണ്? എന്റെ കയ്യിൽ അതിന് ഒരു റൈറ്റ്സ് ഇല്ലല്ലോ. ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ അഭിനയിച്ചു. ഞാൻ പറയുന്നത് എന്റെ കാര്യമാണ്. ഞാൻ അതുമായി സഫർ ചെയ്തിട്ടുള്ള എന്റെ പേഴ്സണൽ എന്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളതിനെങ്ങനെ കാണുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ലൈഫിൽ നിന്നുകൊണ്ട് എനിക്കുണ്ടായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഈ അഗ്രിമെന്റിൽ പറയുന്നുണ്ടോ റിലീസ് ചെയ്യുന്നില്ല, അല്ലെ പബ്ലിക്കായിട്ട് തിയേറ്റർ റിലീസ് ചെയ്യില്ല? ഒരു അഗ്രിമെന്റ് ഉണ്ട്. ഞാനിപ്പം ഞാനത് കൂടുതൽ പോകുന്നില്ല. ഇപ്പം എന്തായാലും എൻ്റെ ഒരു ക്ലിപ്പ് ഇട്ടല്ലോ, 5 ലക്ഷം രൂപ എനിക്ക് കിട്ടിയതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ചെയ്യേണ്ടത് അതല്ല, ആ എഗ്രിമെന്റാണ് പുറത്തു വിടേണ്ടത്. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇല്ല എങ്കിൽ ലീഗലി മൂവ് ചെയ്യാൻ തയ്യാറാണോ? എന്തിന്? കാരണം സോഷ്യൽ മീഡിയയിൽ താങ്കൾ മേടിച്ചു എന്ന് എനിക്ക് ലിജോനോട് തോന്നിയിട്ടുള്ളത് സൗഹൃദമാണ്. അത് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എനിക്ക് തോന്നിയ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തോന്നിയതാണ്. ഈ ഒരു വിഷയത്തിന്റെ പേരിൽ ഞാൻ ഇനി വേറെ ഒരു സംസാരം പോലും ഇല്ല. ഇത് എന്തുകൊണ്ട് സംസാരിച്ചു? ഇതൊരു സിനിമ ലാഭമായ ശേഷം വീണ്ടും പ്രതിഫലത്തെ പറ്റി സംസാരിച്ചു. അപ്പൊ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. എനിക്ക് ഒരു മറുപടി പോലും തന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ചോദിച്ചോട്ടെ, ഒരു എഗ്രിമെന്റ്, സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ടല്ലോ, ആർട്ടിസ്റ്റിന്റെ എഗ്രിമെന്റ് ഉണ്ടല്ലോ, നിർമ്മാതാക്കളുടെ സംഘടന എന്ന് പറഞ്ഞ ഫോമിൽ എഗ്രിമെന്റ് ഉണ്ട്, ഒരു ആർട്ടിസ്റ്റിന്റെ തുകയും കാര്യങ്ങളും. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ അത് ചോദിച്ചോട്ടെ സൈൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചോട്ട് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഈ ചർച്ച, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇരുന്നിട്ട് പൈസയുടെ കണക്ക് സംസാരിക്കുന്ന ഒരു പരിപാടി ഇല്ല. എന്നെ അറിയുന്നവർ മനസ്സിലാക്കും. ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലോ അത് പറയാവുന്ന ഒരാളായിട്ട് കാണരുത്. നിങ്ങൾ ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുന്ന പൊതുസമൂഹം ഈ ഇന്റർവ്യൂ മൊത്തമായിട്ട് കേൾക്കണം. കാരണം എൻ്റെ അന്ന് ഞാൻ അഭിനയിക്കുന്നത് എന്താണ് ഏതാണെന്നുള്ളത് അത് അവിടെ ഉണ്ട്, അത് അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള കാര്യമാണത്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത് സൗഹൃദമാണ്. സൗഹൃദത്തിന്റെ പുറത്താണ് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നത്. ആ സൗഹൃദത്തിന്റെ പുറത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതിൽ മാറ്റം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഞാനത് വിട്ടു. ഞാൻ അതിന്റെ പേരിൽ 1.5 മാസം മുമ്പ് വരെ ലിജുവായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. ഞാൻ അതിന്റെ പേരിൽ ഒരു പിണക്കമോ കാര്യങ്ങളോ ഞാൻ കാണിച്ചിട്ടില്ല. ഇത് ആ ഇന്റർവ്യൂവിൽ വരാനുള്ള കാരണം പൂർണ്ണമായിട്ടും എൻ്റെ മോളിൽ നിന്ന് കേട്ട ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല.